ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കടലക്കറിയാണ്. സാധാരണ നമ്മൾ ദോശയുടെ കൂടെ ആണെങ്കിലും പുട്ടിൻ്റെ കൂടെയൊക്കെ മിക്കവാറും ഉണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കടലക്കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 250 ഗ്രാം ചുണ്ടൽക്കടല എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ നല്ലതുപോലെ കുതിർത്തിട്ട് എടുത്തതാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ശരി, നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് ഞാനിപ്പോൾ കടല വേവിച്ചെടുക്കുന്നത്. കടല വേകാനും മാത്രമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് കൂടി ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ചേർത്തത് സാധാരണ നമ്മൾ കടലക്കറി വെക്കുമ്പോഴത്തേക്കും കടല വേറെയും കറി വേറായിട്ട് വളരെ തിക്നെസ് കുറവായിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു കട്ടി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ചേർത്തത്. അപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതല്ലാതെ കടലക്കറിക്ക് ആ ഒരു കട്ടി കിട്ടണമെങ്കിൽ കടല വെന്തതിന് ശേഷം ഒരു 10-20 കടല എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചിട്ട് ചേർത്താലും മതി. അപ്പോഴും കടലക്കറിക്ക് നല്ലൊരു കട്ടി ഉണ്ടാകും. ഇത്രയും കടലയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. നമ്മുടെ കടലയൊക്കെ നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, ഒരു ഏലക്ക ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 മീഡിയം സൈസ് സവാളയാണ്. വലുതാണെന്നുണ്ടെങ്കിൽ 1 ചേർത്താൽ മതിയാകും. ഇനി നമുക്കിത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ലൈറ്റായിട്ട് ഗോൾഡൻ കളറിലാകുന്നത് വരെ നമ്മളിത് വഴറ്റി കൊടുക്കണം. ഇത്രയും സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ലൈറ്റായിട്ട് സവാളയുടെ കളറ് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക്, ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. വലുതാണെന്നുണ്ടെങ്കിൽ പകുതി മതിയാവും. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ തക്കാളിയെല്ലാം ഇനി നല്ലതുപോലെ വെന്തിട്ട് വരണം. തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളകാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടത്. നല്ല എരിവ് കുറവാണ്. അപ്പോൾ സാധാരണ മുളകാണെന്നുണ്ടെങ്കിലും പിരിയം മുളകാണെന്നുണ്ടെങ്കിലും 1.5 ടീസ്പൂൺ മതിയാകും. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം നമ്മളിത് വഴറ്റി കൊടുത്താൽ മതിയാകും. മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിനി ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. കാരണം നമ്മൾ നേരത്തെ കടല വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ സവാളയിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതിയാകും. നമുക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കടല വേവിച്ച് അതേ സെയിം വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാകും. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ കടലക്കറി നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള കടലക്കറിയാണിത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ കടലക്കറി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.